നമസ്കാരം, പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം പയ്യന്നൂർ ആ പിഞ്ചോമനയുടെ വേർപാട്, പിഞ്ചു കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 5-8 വർഷത്തോളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ആ പ്രതീക്ഷയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് ചെറിയൊരു പ്രയാസമുണ്ടായി. അത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റിയാൽ ശരിയാകുമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സർജറിക്ക് വേണ്ടി തയ്യാറായി. വരുന്ന ആരോപണമെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ, അനസ്തേഷ്യ അധികമായി, അതിൻ്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് മരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിരവധിയായ സമരങ്ങൾ, ഒരു ഭാഗത്ത് BJP, DYFI, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതുപോലെ മുന്നേ ചില കേന്ദ്രങ്ങളിലും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒന്നും എവിടെ എത്തിയിട്ടില്ല. കാരണം മെഡിക്കൽ കോപ്പറേറ്റീവ് ഭീമന്മാരോടാണ് സമരം ചെയ്യുന്നത്. സാധാരണ ഒരു സർജറിക്ക് മുന്നേ അവർ നമ്മുടെ കയ്യിൽ നിന്നൊരു കൺസെൻറ്റ് ഫോം എഴുതി വാങ്ങും, ഒരു സമ്മതപത്രം എഴുതി വാങ്ങും. ഈ സമ്മതപത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മരണം വരെ സംഭവിക്കാം, അപകടമുണ്ടാകാം. ആ സമ്മതപത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒപ്പിടാൻ ധൈര്യം വരില്ല. കാരണം ആ സമ്മതപത്രത്തിൽ ആ നിലയിലാണ് എഴുതി. ഞാൻ പലപ്പോഴും സമ്മതപത്രം വായിക്കാറുണ്ട്. സാധാരണ അധികാളും എന്താ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒപ്പിടുകയെന്ന് പറയുമ്പോൾ അങ്ങ് ഒപ്പിടലാണ്, പിന്നെ അത് മൊത്തമായിട്ട് വായിക്കാൻ നിൽക്കാറില്ല. പക്ഷേ ഒരു സർജറിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒപ്പിടാതെ പറ്റില്ല. കാരണം എങ്കിലേ ആ സർജറി നടക്കുള്ളൂ. സമ്മതപത്രം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ സർജറി ചെയ്യില്ല. അപ്പോൾ ഈ മെഡിക്കൽ മേഖലയോട് നമ്മൾ സമരം ചെയ്യുമ്പോഴും അവരോട് നമ്മൾ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോഴും വളരെ കരുതലോടെയില്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ഭരിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ എല്ലാ സംവിധാനവും അവർക്ക് അനുകൂലമായിട്ടാണ് ഉണ്ടാകുക. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് നമുക്കൊരു നീതി ലഭിക്കും. നീതി ലഭിക്കുന്നത് അവിടെ മാത്രമാണ്. അത് പ്രൂവ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെയൊരു കൺസെൻറ്റ് ഫോം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സമരങ്ങളെല്ലാം ഒരു പ്രഹസനമായിട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതും അവിടെ അവസാനിക്കും. ഡോക്ടർമാരുടെ നിർദ്ദേശം, ഈ DMO ഒക്കെ പറയുന്ന ആളുകളുണ്ട്, ഇവരൊക്കെ ഒരു റിപ്പോർട്ട് കോടതിക്കോ അല്ലെങ്കിൽ അതിന് മറ്റ് സംവിധാനത്തിലോ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം ക്ലോസ് ആകും. ഒരിക്കലും ഒരു മെഡിക്കൽ സെൻറ്ററുമായി ബന്ധപ്പെട്ട് എന്നെ ഏതാണ്ട് മരിക്കുന്ന അവസ്ഥയിൽ, വെന്റിലേറ്ററിലേക്ക് കടത്തുന്ന അവസ്ഥയിൽ ഉണ്ടായി. അതിന് തെളിവുകളുണ്ടായി. ഇതെല്ലാം കൊണ്ടുപോയി DMO ആയിട്ട് സംസാരിച്ചു. DMO മറ്റ് ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്തു. അത് ആ മെഡിക്കൽ ഹോസ്പിറ്റലിൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി DMOയുടെ ഓഫീസിലേക്കാണ് വിളിച്ചത്. ഞാൻ DMOയുടെ ഓഫീസിൽ പോയിട്ട് മൊഴി കൊടുത്തു. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. അതിൻ്റെ ഇടയിലൊക്കെ ചില വിതരണങ്ങളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പോലീസും DMOയും ഏകപക്ഷീയമായി ഹോസ്പിറ്റലിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. അത് എവിടെയും എത്താതെ ഇപ്പോൾ അപ്പീലിൽ കിടക്കുകയാണ്. അപ്പീലിൽ ഞാനതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ കയ്യിൽ പ്രൂവ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എന്നാലും ഇതൊക്കെ വലിയ ഭീമന്മാരാണ്. എങ്ങനെ സംഭവിക്കുന്ന അറിയാം. ഇതാണ് ഈ മേഖലയിൽ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി അവിടുത്തെ മാനസികമായ സംഘർഷത്തിൻ്റെയും ജാതി അധിക്ഷേപത്തിൻ്റെയും ഒക്കെ പേരിലൊരു വിദ്യാർത്ഥി തുള്ളി ആത്മഹത്യ ചെയ്തു. എവിടെ എത്തി ആ കേസ്? എന്തായി ആ കേസ്? ആ സമയത്ത് നിരവധി സംഘടനകൾ, ഇതുപോലെ DYFIയും BJPയും മറ്റ് പല സംഘടനകളും നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നാരും അറിയുന്നില്ല അതെന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ നിരവധി സ്ഥലങ്ങൾ. പാലക്കാട് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അപകടകരമായ മരിക്കാനിടയായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ മെഡിക്കൽ മേഖലയിൽ ഒരു കാലത്ത് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ
ആളുകൾ ചത്തു വീഴുകയായിരുന്നു. നമ്മൾ പ്രശ്നം ഉണ്ടാക്കി. ഞാനും ആ വാർഡിൽ കിടക്കുകയാണ്. ഞാൻ കിടക്കുന്ന അപ്പുറം ഇപ്പുറം ഞാനൊക്കെ ആയുസിൻ്റെ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മരിച്ചു വീഴുക. ഞാൻ ലാസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്താണ് ബിപിൻ മുരളി. അവർ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു, അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിച്ചതുകൊണ്ട് എന്തായെന്നറിയോ, കോവിഡ് പോരാളികൾക്കെതിരെ വാർത്ത കൊടുത്ത് വിളിച്ചു പറഞ്ഞതിൻ്റെ വീട്ടിൽ നമ്മളെ വീട്ടിൽ പരിയാരം പോലീസ് കേസെടുത്തു. അവസാനം ആ കേസ് ഒഴിവാക്കി. SIൻ്റെ നല്ല മനസ്സുകൊണ്ട് അത് ഒഴിവാക്കി വിട്ടു. ഇതാണ് അവസ്ഥ. ഡോക്ടർമാർക്കെതിരെയും പ്രത്യേകിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ അലക്സാണ്ടർ ഡോക്ടറുടെ കീഴിലായിരുന്നു. അലക്സാണ്ടർ സാറോട് എന്തെങ്കിലും പോയി പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കാനില്ല. ഇപ്പം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മിക്കവാറും ഹോസ്പിറ്റലുകൾ, വലിയ വലിയ ഹോസ്പിറ്റൽ മുഴുവൻ കോർപ്പറേറ്റ് ഭീമന്മാർ അത് വിഴുങ്ങിക്കഴിഞ്ഞു. അവരുടെ കയ്യിലായി. ഇപ്പം ആസ്റ്റർ മിംസ് മൂപ്പിൻ്റെ കയ്യിലൊന്നുമല്ല, അതൊരു കോർപ്പറേറ്റിൻ്റെ കയ്യിലാണ്. ശ്രീചന്ദ് കിംസ് അതും വലിയൊരു കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. AKG മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാത്രമേ ഇതുവരെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ എത്താതെയുള്ളൂ. അപ്പോൾ ആ നിലയിൽ മെഡിക്കൽ മേഖലയിൽ ഇവർ ഡോക്ടേഴ്സും ഈ ഉദ്യോഗസ്ഥന്മാർ അത് പോരാതെ ഇവരുടെ ആ മാസപ്പടി കൈപ്പറ്റുന്ന ആളുകളെല്ലാം കൂടി ഇത് എവിടെയും എത്താത്ത അവസ്ഥയിലേക്ക് തീരുന്ന. കാരണം നമ്മൾ ആദ്യം ഒരു കൺസെൻറ്റ് ഫോം ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് ആ ഒപ്പിൻ്റെ ബലത്തിൽ ഇവർ ഇത് എവിടെയും എത്താതായിത്തീരും. പിന്നെ പണ്ട് മറ്റേ കത്രിക വയറ്റിൽ കുടുങ്ങിയതുപോലെയൊക്കെ തെളിവ് വേണം. ശക്തമായ പ്രതിപക്ഷവും അതുപോലെ അല്ലെങ്കിൽ ഭരണപക്ഷമായാലും ശക്തമായ നിലയിൽ നിലകൊള്ളുമെങ്കിൽ നമുക്കൊരു നീതി കിട്ടും. പക്ഷേ ആ നിലയിൽ ആരും നിലകൊള്ളില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ അടുത്തുനിന്ന് ഇലക്ഷൻ ഫണ്ട്, അല്ലാതെ ഫണ്ട്, മറ്റ് ഫണ്ട്, മാസപ്പടി ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്നതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നഷ്ടമായി സഹിക്കാന്നല്ലാതെ ഈ സമര പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തീരും. കാരണം ഇതാണ് മെഡിക്കൽ മേഖലയിൽ നടക്കുന്നത്. നമ്മൾ ഈ കൺസെൻറ്റ് ഫോം ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലേക്കാണ്. പോരാതെ സമരം പണ്ട് നമ്മളൊരു ബാറിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് സമരം പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചത് സംയുക്ത യൂണിയനാണ് സമരം ചെയ്യുന്നത്. സംയുക്ത യൂണിയൻ സമരം ചെയ്തിട്ട് ചർച്ചയ്ക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ബാറിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി. രാത്രിക്ക് രാത്രി ബാറിന് ഒപ്പുകൊടുത്ത് അതിന് വീണ്ടും അനുമതി ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം ആ മുനിസിപ്പാലിറ്റിയിലെ അന്ന് അത് പഞ്ചായത്തായിരുന്നു. ആ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർക്കും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾക്കും ഇവർ വലിയൊരു പൈസ കൊണ്ട് തള്ളി, വലിയൊരു പൈസ കൊടുത്തു. അതോടുകൂടി സമരം ചെയ്യുന്ന നമ്മൾ വെറുതെ ഇരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്രഷറിൻ്റെ സമരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ക്രഷറിൻ്റെ സമരം ജോറായിട്ട് നടക്കുകയാണ്. അടുത്തൊരു പ്രദേശത്താണ് ജോറായി സമരം നടക്കുമ്പോൾ സമരസമിതി ചെയർമാൻ വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ചെയർമാൻ പോയി ആ ഒരു വാർഡ് മെമ്പർ ഒപ്പിട്ടില്ലെങ്കിൽ ഇത് പാസ്സായി വരില്ല. അപ്പോൾ നഗരസഭാ യോഗത്തിൽ ചർച്ച നടന്നിട്ട് ആദ്യം ഒപ്പുവെച്ചത് സമരസമിതി ചെയർമാനായ മെമ്പർ. കാരണം അവർ നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടീൻ്റെ സമ്മർദ്ദമുണ്ടായി, അവർ ഒപ്പുവെച്ചു. നമ്മളൊക്കെ കരുതിയത് ഇപ്പോൾ സമരം വിജയിച്ച് ആ കോറി മുതലാളിമാരും ക്രഷറുകാരും പരാജയപ്പെട്ട് വരുന്ന. പക്ഷെ പരാജയപ്പെട്ടത് സമരമായിരുന്നു. കാരണം സമരസമിതി ചെയർമാൻ കാലുമാറാൻ കാരണം അവരുടെ അടിമത്തമാണ്. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതും പരാജയപ്പെട്ട എന്നതുപോലെ ഇവർ ബേബി മെമ്മോറിയലും മറ്റു ഹോസ്പിറ്റലും കോർപ്പറേറ്റ് ഭീമന്മാരായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കും. അല്ലെങ്കിൽ ശക്തമായ നിലയിൽ ആ നാടും നാട്ടുകാരും സമരം രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റെടുത്താൽ ചെറിയൊരു വിജയം എന്നല്ലാതെ ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ മുമ്പിൽ, മെഡിക്കൽ സംഘങ്ങളുടെ മുമ്പിൽ അവിടെ ഡോക്ടർമാരും DMO ഉൾപ്പെടെ മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ ഹോസ്പിറ്റലിന് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ആ നിലയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണം. ജോമനിയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.